ടൈക്കോണ്ടോ ഒരു നോളജ് ഇൻ ദ മൈൻഡ്, ഓണസ്റ്റി ഇൻ ദ ഹാർട്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ബേസിസിലുള്ളതാണ്. എൻ്റെ റിലീജിയസ് സ്പിരിച്വൽ പ്രാക്ടീസസ് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഏതാണ്ട് അതുപോലെ തന്നെ എന്നെ ടൈക്കോണ്ടോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമലി ഒരു മൂന്ന് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം മാറ്റാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കാര്യം, ഒരു ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട്, ആ ഒരു സ്റ്റാൻസിൽ നിൽക്കുക, അതൊരു ഭയങ്കര മെൻ്റൽ കണ്ടീഷനിങ് ആണ്. ഒന്ന് ബോഡിയുടെ ഫിസിക്കൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അൺഷുവർ ആകുന്നത് നമ്മുടെ ബോഡി ഈ ചുവടുകൾ തെറ്റുക എന്ന് നമ്മൾ പറയത്തില്ലേ, അത് മെറ്റഫോറിക്കലായിട്ട് നമ്മൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് ബ്രെയിനിൻ്റെ കണ്ടീഷനിങ്ങും ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പം നമ്മുടെ ബോഡി, ഇപ്പം എൻ്റെ പ്രായം, ഞാനൊക്കെ നല്ല പ്രായമുള്ള സ്റ്റേജിലിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ നടക്കുമ്പം എൻ്റെ ബാലൻസ് ഉണ്ടോ, ആ ബാലൻസ് ഇല്ലായ്മയും എൻ്റെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എൻ്റെ കപ്പാസിറ്റിയും തമ്മിലൊരു വലിയ കോറിലേഷനുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത് ഹെൽത്തി മൈൻഡിനെ അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ബോഡി എന്നൊക്കെ പറയത്തില്ലേ, അതിനൊരു വലിയൊരു കാരണമുണ്ട്. അതിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റുട്ടീനൊരു ചെറിയൊരു ബ്രീതിങ്ങിനാണ്, ആ പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും. മനസ്സിലായില്ലേ?